ഹാപ്പി കാനഡ ഡേ ഗൈസ്, ഹാപ്പി കാനഡ ഡേ. കയാക്കിംഗ് ചെയ്യാനാണ് ഇത്. ആ നടുക്ക് കൊണ്ടുപോയിട്ടിട്ട് അവിടെ വെച്ച് ഇതിന്റെ കാറ്റ് ഊരി വിടാന്നത്. എനിക്ക് നീന്തൽ അറിയാം. അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. നമ്മള് തന്നെ കൊണ്ടുപോയ സാധനം നമ്മള് തന്നെ ഉയർപ്പിച്ച് നമ്മള് തന്നെ തുഴഞ്ഞ് നമ്മള് തന്നെ ഹലോ, വെൽക്കം ബാക്ക് എവരിവൺ. സോ ഇന്ന് ഞങ്ങൾ പുറത്താണ്. ഇന്ന് ഇവിടെ കാനഡ ഡേ. സോ ഹാപ്പി കാനഡ ഡേ ഗൈസ്, ഹാപ്പി കാനഡ ഡേ. അപ്പോൾ ഞങ്ങള് ഇന്ന് ഇവിടെ പുറത്ത് വന്നത് കയാക്കിംഗ് ചെയ്യാനാണ്. അപ്പോൾ എബിച്ചേട്ടൻ ഇത് ഓൾമോസ്റ്റ് നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓൾമോസ്റ്റ് നിറച്ചു കേട്ടോ, പക്ഷേ നല്ല പണിയെടുത്തു. കുറച്ച് കള്ളൻ. അതെ, എനിക്ക് പിന്നെ എബിച്ചേട്ടൻ്റെ ഹെയർ കട്ട് ഇത്തവണ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ടെയിലൊക്കെ വെച്ച് ഭയങ്കര 2 വരയൊക്കെ ഇട്ട് എനിക്ക് പുതിയൊരു ഹെയർ ഡ്രസ്സർ അങ്ങനെ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഇന്ന് നമ്മൾ ഈ സാധനവും കൊണ്ട് നീന്താൻ അറിഞ്ഞൂടാത്ത ഞാൻ ഇതിലിരുന്ന് പോണം എന്നാണ് എൻ്റെ കെട്ടിയോൻ പറയുന്നത്. എനിക്ക് നീന്തൽ അറിയാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. ഓക്കെ, അപ്പോൾ പിന്നെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉള്ള ഒരു ധൈര്യത്തിൽ നമ്മൾ ഇതുമായിട്ട് പോകും. അയ്യോ, എനിക്കിന്ന് ഫുൾ എനർജി ഡ്രെയിൻ ഔട്ടായിട്ട് നിൽക്കുകയാണ്, മൊത്തം വയ്യാണ്ടൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആണ് വർക്ക് ചെയ്യുന്നതിൽ, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിൽ. ഇപ്പോൾ ഒന്ന് കുറച്ച് ഭക്ഷണം ഉള്ളിലോട്ട് പോയിട്ടേ ഉള്ളൂ. സോ അതാണ് ഇന്നത്തെ വിശേഷം. ഇതെന്തായാലും ഇനിയിപ്പോൾ അപ്പോഴത്തേക്കും ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മൾ വരാം. അതെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി 2 ഓട്ടയിലുള്ളത് ഞാൻ നിറയ്ക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എബിച്ചേട്ടൻ വന്ന് വീഡിയോ എടുക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട്, പിന്നെ ഞാൻ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ സമയം കൊണ്ട്. കയാക്കിംഗ് ചെയ്യലാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ എബിച്ചേട്ടൻ അവിടെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. അതെ, അപ്പോൾ നീന്തൽ അറിഞ്ഞൂടാ. ആ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്മാർട്ട് ഗായ. ഞാൻ ലൈഫ് ജാക്കറ്റ് എടുത്തു 2 എണ്ണം. 2 എണ്ണം വേണോ പാറുവിന്? വേണ്ട. അതെ, അപ്പോൾ ഞാൻ മുങ്ങി ചത്തില്ലെങ്കിലും ഞാൻ പേടിച്ചെങ്കിലും ചാകും വീണ് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്. എനിക്ക് നീന്തൽ അറിയില്ല. അതിൻ്റെ ആ ലൈഫ് സ്കിൽ എൻ്റെ ഭാര്യ പഠിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു അവളുടെ അടുത്ത് പഠിക്കാൻ പറയാൻ വേണ്ടി. ഇല്ല, പഠിക്കാൻ പോണോ എനിക്കത്. അങ്ങനെ അപ്പോൾ അതാണ് സംഭവം. ചേട്ടൻ ഫുള്ള് ഇതിങ്ങനെയല്ല, ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ചപ്പിയാ വരുന്നത്. സോ ഇങ്ങനെയാണ് ഈ സ്ഥലമുള്ളത്. നമ്മൾ ഈ ലേക്കിലോട്ടാണ് ഈ സാധനവും കൊണ്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ഉണ്ട്. സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് ഗായ്സ്. ഇവിടെ ഇത്രയും ഹൈറ്റിലുള്ള കുന്നുകൾ മാത്രമേ ഈ ഒരു പ്രൊവിൻസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പോകാൻ പോകുന്ന സ്ഥലം. ബാക്കി നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് വെള്ളത്തിലോട്ടാണല്ലോ. അപ്പം ഞാൻ ബാക്കി സീനറി കാണിച്ചു തരാം. ഷൂഷു എന്ന് വിളിക്കുന്ന പോലെയുണ്ട്. അത് ഓക്കെ. അപ്പം എന്തായാലും ഞങ്ങൾ പോയി ഇത് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഹായ് ഗൈസ്, ഞാൻ കളത്തിൽ ഇറങ്ങിയ അവസാനം. അതെ, ഞാൻ ഇത്രയും നിറച്ചിട്ട്. പക്ഷെ ഇത് ആക്ച്വലി ഒരു നല്ലൊരു ബോട്ടാണ്. നമുക്കിതിൽ മോട്ടറും ഫിറ്റ് ചെയ്യാം. എന്താണ്ട് ഇവിടെ മോട്ടർ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒരു കുഞ്ഞു മോട്ടർ മേടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് സ്പീഡ് ബോട്ട് പോലെ യൂസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഞാൻ ഇട്ട് സെറ്റായി. നമ്മുടെ ബോട്ട് മൊത്തം ഇൻഫ്ലേറ്റഡായി. സൂപ്പർ സൂപ്പർ. നമ്മൾ ഇനി തുഴയാൻ പോകുന്നു. ലൈഫ് ജാക്കറ്റ് ഇടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചൂട്.
അതെ ഭയങ്കരമായിട്ട് പാവം കേട്ടോ. എബിച്ചേട്ടനാണ് ഫുള്ള് ഇത് ചെയ്തത്. ആ എബിച്ചേട്ടനാണ് മൊത്തം ഊതി വീർപ്പിച്ചത്. ഇത് ഊതിയല്ല, മറ്റേ പമ്പ് വെച്ച് വീർപ്പിച്ചത്. നല്ല കഷ്ടപ്പാടാ. പാവം, എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ 2 സീറ്റ് മാത്രം ഊതി വീർപ്പിച്ചു. അതെ അതെ അതെ. ഇല്ല, അവസാനമെങ്കിലും അവൾക്ക് സങ്കടം തോന്നിയല്ലോ. അവസാനമാണ് തോന്നിയതെന്ന് മാത്രം. അങ്ങനെ എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഓക്കെ, ഞങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന കാണിച്ചു തരാം ഞാൻ. ഹായ് ഗായ്സ്, ഞങ്ങളെത്തി. ഞങ്ങൾ ഇതിനകത്ത് കേറി കയാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. യെസ് യെസ് യെസ്, കൊള്ളാം കേട്ടോ സംഭവം. ആ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഹായ് മോട്ടു, ഹായ്. എങ്ങനെയുണ്ട്? നമുക്ക് ഒരുപാട് ദൂരം പോണോ? ഒരുപാട് ദൂരം പോണം, തിരിച്ച് അതേപോലെ തുഴയുണ്ട്. ആ അതെ, ഞങ്ങളെ പോലെ വേറെയും ആൾക്കാര് തുഴഞ്ഞു തുഴഞ്ഞു വരുന്നു. ഹൊയ്യ ഹോയ് ഹൊയ്യ ഹോയ്. ഇത്രയും ദൂരം എത്തിയോ? തുഴഞ്ഞു തുഴഞ്ഞ് ഞങ്ങൾ ഏതോ ഒരു അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് പക്ഷെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ, അതെ, ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് കയാക്കിംഗ് എന്ന് പറയുന്നത്. കാണുന്ന പോലെ വലിയ പാടൊന്നുമില്ല തുഴയാൻ വേണ്ടി, എളുപ്പം. ഇവിടെ ഒരെണ്ണം തുഴയുക, ഇവിടെ ഒരെണ്ണം തുഴയുക. അതെ, നല്ല ഭംഗിയുണ്ട് ചേട്ടൻ ഇരിക്കുന്നതിൻ്റെ ആ ഫുൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാനായിട്ട്. എനിക്ക് ആ മല ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു പാത്തുണ്ട് കണ്ടോ മലയില്. ആ ഇവിടെ പിന്നെ കുറേ കോട്ടേജസ് പോലെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് അവിടെ അവിടെ ആയിട്ട്. സ്റ്റേ നമുക്ക് വേണമെങ്കിലൊക്കെ സ്റ്റേ എടുത്ത് നിൽക്കാൻ. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മെക്കാനിസം മനസ്സിലായതെന്നൊക്കെ. ഓഹോ, അപ്പൊ ഇത്രയും നേരം അറിയില്ലായിരുന്നല്ലേ? അങ്ങനെ. ആൻഡ് ഞാനിവിടെ ഈ സൈഡിലിരുന്ന് സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്നു. എനിക്ക് ഈ ലൈഫ് ജാക്കറ്റ് ഒരു ബാധ്യത പോലെ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് നീന്താൻ അറിഞ്ഞൂടാത്തത് കൊണ്ട് ഇതില്ലാണ്ട് പറ്റുകയില്ല. സൂപ്പർ സൂപ്പർ. ആദ്യമായിട്ടാ ഇവിടെ വന്ന് ഞങ്ങൾ കയാക്കിംഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ആകെ അവിടെ ലണ്ടനിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഒരു 1 hour ഡ്രൈവ് പോകുമ്പോൾ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീക്കെൻഡ് വിശേഷം. വീക്കെൻഡ് അല്ല, ശരിക്കും ഇന്നൊരു ട്യൂസ്ഡേ ആണ്. അതെ, ഇന്ന് ഒത്തിരി പേരുണ്ട്. കാനഡ ഡേ ആയതുകൊണ്ട് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട്. സോ വി ആർ ഓൾസോ എൻജോയിങ്. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യൂ. അതെ, അതെ, ഇവിടെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനായിട്ട് എനിക്കുള്ളതായിട്ട് അറിയില്ല. ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ ഡു കമന്റ് പ്ലീസ്. ചെയ്യുന്നത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസും ചെയ്യുന്നത്. അതെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് പാറു? നമ്മുടെ ഈ ആക്ടിവിറ്റിനെ പറ്റി 4 വാക്ക്. 4 വാക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയാനാ? 4 വാക്കിൽ പറയാൻ പറ്റത്തില്ല, വേണമെങ്കിൽ 4 സെന്റൻസിൽ ഞാൻ പറയാം. 4 സെന്റൻസിൽ എന്ത് പറയും? താങ്ക് യു ഇവിടെ കൊണ്ടുവന്നതിന് ഇത് ഇത്രയും ഊതി വീർപ്പിച്ചതിന്. അയ്യോ, അതൊരു ചടങ്ങായിരുന്നു. ഇനി മോട്ടോർ വാങ്ങണം. അതെ, ഇത് ചെയ്തതിന്. ഭയങ്കര നല്ല ആക്ടിവിറ്റി, എനിക്ക് ഇഷ്ടമായി. അതെ, എന്ന് പറയുമ്പോ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ ഫുൾ പോസ്റ്റ് ആയിരുന്നു വീട്ടില് കൊറേ നാള് കൊണ്ട്. അതുമല്ല, നമ്മള് ഭയങ്കരമായിട്ട് 2 പേരും പണിക്ക് പോയിട്ട് നമുക്കിപ്പോ അങ്ങനെ ടൈം കിട്ടാറേ ഇല്ല.
ബോട്ട്. ടാറ്റ കാണിക്കണില്ലേ എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നത്. ആ വേണം, ഒരുപാട് അങ്ങ് പോകണ്ട പാറു. അവരവിടെ യാട്ടൊക്കെ കൊണ്ടുവന്നു, ആ കുട്ടി സർഫിങ് ചെയ്യുന്നു. ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെയാണ് കണ്ടിരിക്കാനൊക്കെ സുഖം ഇവിടെ. ആ അതെ, വേറൊരു കുട്ടിയാണോ അത്? അരയന്നം ഇറക്കി. അതാണ് എനിക്ക് വേണ്ടത് ബിച്ച. നെക്സ്റ്റ് ടൈം ഐ എം ഓൺ അരയന്നം. അങ്ങനെ കുറേ നമ്മൾ കുറേ ദൂരം തുഴഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എത്തുന്നുണ്ട്. അങ്ങോട്ട് തുഴഞ്ഞ പോലെ അല്ല ഗൈസ്, തിരിച്ച് തുഴ ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ. ഇതിനേക്കാളും മോട്ടർ വേണം. മോട്ടറാണ് അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. നമ്മൾ ചുമ്മാ ഇരുന്നങ്ങ് തുഴഞ്ഞങ്ങ് മോട്ടർ തിരിക്കൊണ്ടിരുന്നാ പോരെ. അതെ. പിന്നെ ഇവിടെ തന്നെ ജെറ്റ് സ്കീ ഒക്കെ ഇറക്കുന്നവരും ഉണ്ട്. അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ജെറ്റ് സ്കീ ഒക്കെ ആയിട്ട് നമുക്ക് ജെറ്റ് സ്കീ റെന്റ് എടുത്തിട്ട്. ഓക്കെ. പക്ഷെ ഇതിനേക്കാളും റിസ്കി ആണോ ജെറ്റ് സ്കീ മൊത്തം? എന്തോന്ന് റിസ്ക്? നീ ഇപ്പൊ ലൈഫ് ജാക്കറ്റ് ഇട്ടേക്കുമല്ലോ. അപ്പൊ ഞങ്ങള് നേരെ തിരിച്ചു കാറിൽ കുറച്ച് സമയം AC ഇട്ടിരിക്കാൻ വന്നതാണ്. ഭയങ്കര വെയില് അൺസഹിക്കബിൾ. ഞാൻ എന്റെ കറുത്ത് കഴിവാളിച്ച് തിരിച്ച് വീട്ടിൽ പോവും. പക്ഷെ എനിക്ക് അത്രയും വെയിൽ സീനില്ല കേട്ടോ. കാരണം ഞാനിപ്പോ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ലല്ലോ. ഓഫീസിൽ പോകുന്നു, മറ്റേ ജോലിക്ക് പോയാലും ആ വീട്ടിനകത്ത് പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്റെ പിള്ളേരെ എന്നെ വെയിലത്തും മഴയത്തും എല്ലാം കൊണ്ടുപോയിട്ട് എന്നെ സ്ട്രോങ് ആക്കി. എനിക്ക് പറ്റുന്നില്ല. അതും ഞാൻ സൺസ്ക്രീൻ ഒക്കെ എടുക്കാൻ മറന്നു. അങ്ങനെ പിന്നെ വിന്റർ ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ വെയിലത്തോട്ട് ആയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടേ ഇല്ല. ആക്ടിവിറ്റിക്കൊന്നും നമ്മൾ അങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് വെയില് ഭയങ്കര സീന്. എന്റെ ബോട്ട് നല്ല കേട്ടോ. സൂപ്പർ സാധനം യോജിച്ചേട്ടാ, സൂപ്പർ സാധനം. അത് നല്ലൊരു തീരുമാനം ഇതായിരുന്നു, നല്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ എനിക്ക് ശരിക്കും ഇഷ്ടമായി. കാരണം ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തില്ല. പണി മൊത്തം എടുത്തത് എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. എനിക്ക് ഇഷ്ടമായി ഇതേപോലത്തെ ആക്ടിവിറ്റീസ്. അപ്പൊ എനിക്ക് വലിയൊരു മടുപ്പില്ല ഇതൊന്നും ചെയ്യാൻ. അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ മടിച്ചാ ബേസിക്കലി. അത് നമ്മുടെ പേര് തന്നെ കേട്ടിട്ടില്ലേ, മിസ്റ്റർ ആൻഡ് മിസ്സസ് ലേസി കപ്പിൾസ്. യെസ് ഓഫ് കോഴ്സ്. അങ്ങനെ അപ്പൊ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടാ പിന്നെയും ഞാൻ നീന്തിട്ട് വരട്ടെ ഒന്ന്. നല്ല താളം വെള്ളം പാറു. ഞാൻ ഒന്ന് നീന്തിട്ട്. പായലുണ്ട് ഫുള്ള്. പിന്നെ സ്വിമ്മിംഗ് പൂളിലല്ല നീന്താൻ വേണ്ടി പോണ, കായലല്ലേ നീന്താൻ വേണ്ടി പോകുന്നത്. ഈ പെണ്ണുങ്ങൾ എന്ത് ഇവൾക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് മൊത്തം പേടിയാ. പേടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെങ്കിൽ നല്ല പേടിയുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് എന്നോട് ചോദിക്കുക, നമ്മൾ മുങ്ങുമായിരിക്കോ ഇനിന്ന്. തന്നെ എന്തിനാ ലൈഫ് ജാക്കറ്റ് ഇടുന്നത്? ലൈഫ് ജാക്കറ്റ് ഇട്ടാലും മുങ്ങി മരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇല്ല, ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മുങ്ങി മരിച്ച ആരും ഞാൻ ഇതുവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അതെ, ചിലപ്പോ ലൈഫ് ജാക്കറ്റ് ഊരിപ്പോയി മുങ്ങി മരിക്കാം. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മുങ്ങി മരിക്കുന്നത് ശരിക്കും മുങ്ങത്തില്ല. ലൈഫ് ജാക്കറ്റ് ഇട്ടാ നമ്മളിപ്പോ ഇങ്ങനെ പൊങ്ങി കിടക്കും. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് ടെസ്റ്റ് ചെയ്യണ്ട, എനിക്ക് എന്റെ ജീവനിൽ നോക്ക് പാറു, നമ്മളുടെ പേടിയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. അതായിരിക്കണം നമ്മുടെ പോയിന്റ് ബ്രേക്ക്. നമ്മൾ ആ പോയിന്റ് ബ്രേക്ക് ചെയ്യണം. ഇവിടത്തെ കുട്ടികളൊക്കെ ബിക്കിനി ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ ആണ് ഒന്നുകൂടി മെലിയാൻ തോന്നുന്നത്. നീ മെലിഞ്ഞു നല്ല ഓൾറെഡി. അതെ, ലൈക് പാറു എങ്ങനെ മെലിഞ്ഞു എന്ന് പാറു എന്നോട് ചോദിച്ചാൽ പാറു വേണമെങ്കിൽ പറഞ്ഞായിരുന്നു. ഞാൻ അതിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെ മെലിയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ണം വയ്ക്കാറില്ല ബേസിക്കലി. അപ്പൊ ഇവിടെ പറയും മനസ്സ് നന്നാവണോ, നന്നാലേ വണ്ണം വയ്ക്കുള്ളൂ.
അതെ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ മെലിഞ്ഞത് കൊണ്ട് എബി പറയുന്നത് ഇപ്പൊ നിന്റെ മനസ്സ് ചീത്തയായി, അതുകൊണ്ട് സത്യം. യെസ്, അങ്ങനത്തെ കുറെ കുണ്ഠിതങ്ങളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഞാൻ കുറേ തവണ പറഞ്ഞു എനിക്ക് ചടങ്ങ് ഇത്തവണ മുടി വെട്ടിയത് നല്ല ഇഷ്ടമായി എന്ന്. അഹങ്കാരം. കാരണം ഞാൻ ഈ അഹങ്കാരം കാണണം. വൈ ഷുഡ് ഐ? ഞാൻ ഐ നോ എന്ന് പറയും. ഐ നോ ദാറ്റ് എന്ന് പറയും. എന്തെങ്കിലും നല്ലത് പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ പിന്നെ എന്തിനു പറയുന്നത്? എന്റെ ചില കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. ഞാൻ പുച്ഛിക്കും പാറു. ഇവന്റെ അഹങ്കാരം കാണാനാണ്, കണ്ടു ദൈവമേ ഇവന്റെ അഹങ്കാരം കാണാനാണല്ലോ ഞാനിതൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പുതിയൊരു സാധനം വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അത് വാങ്ങുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിന്റെ അൺബോക്സിങ് ഇടുന്നതായിരിക്കും. അത് ശരിയാണ്, ഇപ്പൊ എന്ത് വാങ്ങിച്ചാലും ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാറുണ്ട് ആ സാധനങ്ങൾ മൊത്തം. അപ്പോ എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ മുക്കും മൂലയും നിങ്ങൾക്കറിയാം. അത്രയ്ക്കൊന്നും അറിയത്തില്ല, കാണിക്കാൻ ഞാൻ കാണിക്കുന്നത് മാത്രമേ കാണിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ മാത്രമേ നിങ്ങൾ കാണാറുള്ളൂ. സത്യമാണ്. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഇതിന്റെ കാറ്റ്, നമ്മൾ കയറ്റിയ കാറ്റ് മൊത്തം ഇപ്പോ അഴിച്ചു കളയണം. സോ നമുക്കിത് കൊണ്ടുപോയി അഴിക്കാൻ കൊണ്ടുപോകാം ഗൈസ്. ഒരു മിനിറ്റ് പാറു. അഴിക്കാൻ പോവുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ ബാക്ക് ക്യാമറ എടുത്തോട്ടെ. ഓക്കെ, ആദ്യം തന്നെ നമ്മളുടെ ഇരിപ്പിടമാണ് എബി ബൈജു അഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സാധനം തുറന്നു വിടട്ടെ, നമുക്കിത് തുറന്നു വിടാം. ഇത് നമ്മൾ ഞെക്കി കളയണോ വേറെ? ഓ നോ, ആരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. ഇല്ല, എന്ത് ചെയ്യും നമ്മളിനി? എന്ത് ചെയ്യും മല്ലയ്യ? ഇതാണ് പറയണ, മനസ്സിലായില്ലേ? അപ്പം തിന്നാൻ മാത്രമേ അറിയാവുള്ളൂ, എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് തിരുക്കാം മക്കളെ. നമ്മളാണ്ട് എണീക്ക്, അങ്ങ് എനിക്കോ തിരിക്കിട്ട് തിരിക്കണ പോലും ഇല്ല. കണ്ടോ, ഇങ്ങനെ പയ്യെ പയ്യെ തിരിക്കിയിട്ട്. ഓ, ആ കേറാൻ പെട്ട പോലെ അല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കാറ്റ് പോകുന്നുണ്ട്. അത്രയും പാടൊന്നുമില്ല. ആ, ഇത് പിടിച്ചാ ഞാൻ എന്നെ ഇതിന്റെ കാറ്റ് ഊരിക്കും. കള്ളപ്പണിയെ, കള്ളപ്പെണ്ണ ഇവള്. ഇത് കാറ്റ് അയക്കാൻ വേണ്ടി ഇത് നോക്കിയാണ്. ഇത് നോക്കിയിട്ട് ഇതെങ്ങനെ തുറന്ന് ഈ ഹോളും തുറന്നിട്ട് ഈ ക്യാപ്പ് ഊരിയിട്ട് നോക്കിയാണ് ഇനി എങ്ങനെ കാറ്റ് പോകുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറയണേ ഇനി നമ്മൾ ഇതിൽ ഇരുന്നാ മതി, ഇരുന്നാ കാറ്റ് പോകുന്നു. നമുക്ക് അടുത്തത് ഞാൻ വളരെ ഗംഭീരമായി ഇത് ചെയ്യുന്നതായിരിക്കും, കാരണം എനിക്കിപ്പോൾ ഇതിന്റെ മെക്കാനിസം അറിയാം. വലിയ ഡയലോഗ് അടിച്ചാണ്. നോക്കട്ടെ, മെക്കാനിസം കാണിച്ചു തന്ന മക്കള്. ഇതൊക്കെ ഭയങ്കര പാടുള്ള സംഭവം. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമുക്ക് നമ്മുടെ വണ്ടിയുടെ മേലെ ഈ ബോട്ട് വെക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. യെസ്, വണ്ടിന്റെ ബോർഡിൽ എപ്പോഴും അല്ലേ, വണ്ടിന്റെ മുകളിൽ ഒരു സാധനം വേണ്ടുന്നുണ്ടെങ്കിൽ സെറ്റാണ് അല്ലേ മാറു? കണ്ടോ? സൂപ്പർ. എല്ലാം അടിക്കാനേ പാടുള്ളൂ അല്ലേ?
മൊത്തത്തിൽ ഏറ് കളയാൻ വേണ്ടി 2 മിനിറ്റ് മതി തോന്നുന്നു എല്ലാത്തിലും. ഏറെ കളയാനായിട്ട് ഞാൻ ബഹുമെടുക്കി. ഞാൻ അപ്പോഴത്തേക്കും ഇതും കൊണ്ട് വണ്ടിൻ്റെ ഡിക്കിക്കകത്ത് വയ്ക്കാം. വണ്ടി ലോക്കല്ലല്ലോ അല്ലേ? അതാണ്ട് ഇവിടെ ഒരുപാട് പേര് കണ്ടോ, ഫുൾ ട്രെയിലർ അല്ല ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ട്രെയിലറിൽ അത് ബോട്ട് കൊണ്ടുപോകുന്നതാണ്. അത് ബോട്ടാണ് കൊണ്ടുപോകുന്നത് അവർ. എനിക്ക് തോന്നുന്നു അവരൊക്കെ റെൻ്റ് എടുക്കുന്നതായിരിക്കും. ആണോ? ഇവിടെ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അയാൾ ബോട്ട് കയറ്റുക. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വന്ന് നിന്നു. ഇപ്പോൾ അവർ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഫുൾ പൊളി വൈബ്. ഏത് വൈബ്? പൊളി വൈബ്. എന്ത് പൊളി? പട്ടിപ്പൊളി. അടുത്ത തവണ ഇവനെ വേണം. എനിക്ക് അടുത്ത തവണ വരുമ്പോൾ ജെറ്റ് സ്കി എടുക്കണം റെൻറ്റിന്. ഇതുവരെ കഴിഞ്ഞില്ല. ഓക്കെ, കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. എന്താ എന്നെ പറഞ്ഞത്? ഇത് നമുക്ക് ഇത് ഇത്രയും നിറയ്ക്കാനാണ് ഒത്തിരി സമയം വേണ്ടത്. എല്ലാത്തിൻ്റെയും കാറ്റ് കളയാൻ വേണ്ടി വളരെ കുറച്ച് സമയം മതി. എന്തോന്നാ? ഇത് യോജിമണിന്റെ ചൂണ്ടയാന്ന് തോന്നുന്നു. ഓ അതെ, ചൂണ്ട. എന്തോ ഫിഷിന്റെ കളർ? ഫ്ലെയിമോ? ഫ്ലെയിം കളർ ചൂണ്ട. പിന്നെ എൻ്റെ വീട്ടിൽ ഇല്ലാത്തൊരു സാധനം. എന്തോന്നാ? ടോർച്ച്. യെസ്. പിന്നെ ഉള്ളത് ഒരു ഇതെന്തിനായിരിക്കും? ഇതിൻ്റെ അകത്ത് എന്തിനായിരിക്കും കണ്ണാടി? കണ്ണാടി അല്ലല്ലോ, അല്ല റിഫ്ലക്ടർ. എന്തിനായിരിക്കും? ഹെൽപ്പിന് വേണ്ടി. ഞാൻ എന്ത് പറഞ്ഞാലും പാറുവിപ്പനെ വിശ്വസിക്കും. ഇത് സാധാരണ അടപ്പാ ഇതിൻ്റെ. അല്ല എല്ലാ അടപ്പിൻ്റെ ബാക്കിലും വരുമല്ലോ. നീ എന്നെ അങ്ങ് കാണിച്ചു തരാ. ഇത് ഇവന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള വ്ളോഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഊക്ക് വാങ്ങേണ്ടി വരുന്നത്. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റുള്ള വ്ളോഗ് വരട്ടെ കേട്ടോ. എബിച്ചേട്ടനെ അടിച്ചു കയറ്റിയത് 1/2 മണിക്കൂർ കൊണ്ട് അടിച്ചു കയറ്റിയ സാധനം എത്ര സെക്കൻഡ് കൊണ്ട് പോകുന്നു? ഞാനും അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. കണ്ടില്ലേ പോണ പോക്ക്? ഞാൻ പാറിന്റെ അടുത്ത് കണ്ടന്റ് കൊടുത്തായിരുന്നു, പക്ഷെ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് എബി തന്ന കണ്ടന്റ് എന്താണെന്നറിയാവോ? ഇത് ആ നടുക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ വെച്ച് ഇതിന്റെ കാറ്റ് ഊരി വിടാന്ന്. ഞാൻ പറഞ്ഞു എന്നെ കൊന്നിട്ടുണ്ടാക്കുന്നതിന്റെ പേരല്ല കണ്ടന്റ് എന്ന്. ഒരു വിഷമം കാണുന്നുണ്ടോ നിങ്ങൾ മുഖത്ത്? ഞാൻ ഇത്ര നേരം പണിയെടുക്കാത്തോണ്ട് ഞാൻ ഇച്ചിരി പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതെന്തത് പോവാത്തത്? മറ്റേതൊക്കെ നന്നായിട്ട് പോട്ടെ. വ്യൂ നോക്കിയേ, സൂപ്പർ വ്യൂ ആയത്. ഇതിൻ്റെ അത് നിങ്ങൾ ക്യാമറ കാണാൻ വേണ്ടി പറയും. ഇത് ആക്ച്വലി ഒരു ഈ പഞ്ഞി മരത്തിൽ നിന്ന് പോകത്തില്ലേ, പഞ്ഞി പോലെ കോട്ടൺ പോലെയുള്ള എന്തോ ഒരു സാധനം ഫുൾ ഇവിടെ ഇങ്ങനെ പറന്ന് നടപ്പുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് മൊത്തത്തിൽ മടക്കി ഷെഡിൽ കയറ്റാൻ പോകുന്നു. ഷെഡിലല്ല, നമ്മുടെ കാറിൻ്റെ ഡിക്കിയിൽ കയറ്റണം. അപ്പോൾ ബോട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിനി ഇത് എടുത്തോണ്ട് പോകുന്നു. ഞാനും എടുക്കണോ? കണ്ടാ പറയൂ ഇതിലാണ് നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് വന്നതെന്ന്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനവും സൂപ്പർ സാധനം.
ഞങ്ങള് വന്നപ്പോ ഒരു മാൻ ചാടിപ്പോയി. ഇപ്പൊ അത് എവിടെ പോയി? ഇവിടെ ആയിരുന്നു. അത് എവിടെയോ പോയി. പക്ഷെ ഷോ അത് മിസ്സായി പോയി. ശരിയാണ്. അങ്ങനെ നോക്കുമ്പോ മിസ്സായില്ല. പക്ഷെ എന്നാലും എന്റെ ക്യാമറയിൽ അത് മിസ്സായി പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്നൊരു മാൻ ഇങ്ങനെ ക്രോസ് ചെയ്തായിരുന്നു ഇവിടെ. ഹലോ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ ഒരു കുട്ടി ട്രിപ്പായിരുന്നു. ഭയങ്കര ഒരു കുഞ്ഞു ട്രിപ്പ്. ആൻഡ് അതെ, ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു ഇത് നമ്മള് തന്നെ കൊണ്ടുപോയ സാധനം നമ്മള് തന്നെ ഉയർപ്പിച്ച് നമ്മള് തന്നെ തുഴഞ്ഞ് അതെ അങ്ങനെ. അപ്പൊ ഇങ്ങനെ നിങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രിപ്പൊക്കെ പോകൂ എല്ലാവരും ഒക്കെ ആയിട്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് വരുമ്പോ so thank you for watching and keep supporting. നമ്മുടെ 5000 സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ഇത് ഗിവ് അവേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള വീഡിയോ, അതായത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ വീഡിയോയുടെ. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ എത്ര തവണ സോ എന്ന വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. കമന്റ് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളുടെ 2 അക്കൗണ്ടും ഫോളോ ചെയ്ത് എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് അയക്കണം. ഓൾസോ മെൻഷൻ യുവർ യൂട്യൂബ് ID. അതാണ് പാർട്ടിസിപ്പേഷന്റെ സംഭവങ്ങളൊക്കെ. സോ ഞാൻ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല സാധനം നോക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി 5000 rupees 1000 വെച്ച് 5 പേർക്ക് എന്നുള്ളൊരു. കാരണം 5000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴുള്ള ഗിവ് അവേ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. സോ കീപ് സപ്പോർട്ടിങ്. ഇല്ല, പറ്റില്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്